അടുത്ത വാർത്തയിലേക്ക്. തലശ്ശേരി ഫസൽ വധക്കേസിൽ കുറ്റക്കാരെല്ലാം ശിക്ഷിക്കപ്പെടുമെന്ന് ഫസലിന്റെ ഭാര്യ. തനിക്ക് നീതി കിട്ടണം, അതിനായിട്ടാണ് ഇത്രയും നാൾ കാത്തിരുന്നത്. കേസ് അനന്തമായി നീണ്ടുപോകില്ല, ഉടൻ ശിക്ഷാവിധി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. കേസ് അട്ടിമറിക്കാൻ ആരെക്കൊണ്ടും സാധിക്കില്ല എന്നും പറയുന്നു. എനിക്ക് നീതി കിട്ടണം, അതാണ് ഇതുവരെ ഞാൻ കാത്തു നിന്ന്. എനിക്ക് നീതി കിട്ടണം, ഇനി അട്ടിമറിക്കാൻ കഴിയില്ല. അല്ലാണ്ട് ഉള്ളതുപോലെ ഞാൻ സത്യാവസ്ഥ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന് നേരായ ദിശയിലേക്ക് കൊണ്ടുപോയിട്ട് ശിക്ഷ കിട്ടണം, കിട്ടിപ്പിക്കണം എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത്. അർജുൻ മട്ടന്നൂർ വാർത്തയുടെ വിവരങ്ങൾ നൽകും. അർജുൻ, അപ്പോൾ ഈ ഫസലിന്റെ കുടുംബത്തിന് നീതി നിഷേധിക്കപ്പെടുന്നു അല്ലെങ്കിൽ നീതി നിഷേധിക്കപ്പെടും എന്നൊരു ഭയമോ തോന്നലോ ഒക്കെ ഉണ്ടോ? ഷിഹാസ്, തലശ്ശേരി ഫസൽ വധക്കേസിലെ തൊണ്ടി മുതൽ കാണാതാവുകയും പിന്നീട് തിരിച്ചെത്തുകയും ചെയ്ത സാഹചര്യം അന്വേഷിക്കണം എന്നാണ് ഇപ്പോൾ എറണാകുളം CBI കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. എറണാകുളം CJM കോടതിയോടാണ് ഇക്കാര്യം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ വേണ്ടി CBI കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. കേസിലെ പ്രധാന തൊണ്ടി മുതലായ ഫസലിന്റെ രക്തം പുരണ്ട തൂവാലയാണ് CJM കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ കാണാതായത്. പിന്നീട് സാക്ഷി വിസ്താരത്തിനിടെ ഈ തൂവാല ഹാജരാക്കാൻ വേണ്ടി CBI കോടതി നിർദ്ദേശിച്ചപ്പോൾ അത് എലി കരണ്ടു എന്ന മറുപടിയാണ് ലഭിച്ചത്. അതിനുശേഷം ഇത് അന്വേഷിക്കാൻ നിർദ്ദേശിക്കുകയും പിന്നീട് ഒരു മാസത്തിന് ശേഷം ഇതേ തൂവാല തിരിച്ചു കിട്ടി എന്ന് CJM കോടതി എറണാകുളം CBI കോടതി അറിയിക്കുകയും ചെയ്തു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ദുരൂഹതയുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഫസലിന്റെ ഭാര്യ അടക്കമുള്ളവർ സാക്ഷി വിസ്താരത്തിന്റെ ഭാഗമായി CBI കോടതിയിൽ ഹാജരായിരുന്നു. എല്ലാ കുറ്റക്കാരും ശിക്ഷിക്കപ്പെടും, തനിക്ക് നീതി ലഭിക്കും, വിചാരണ പരമാവധി പെട്ടെന്ന് തന്നെ തീരും, എത്രയും പെട്ടെന്ന് ശിക്ഷാവിധി ഉണ്ടാകും എന്നും ഫസലിന്റെ ഭാര്യ പറയുന്നുണ്ട്. ഈ കേസ് അട്ടിമറിക്കാൻ ആർക്കും കഴിയില്ല എന്നും ഫസലിന്റെ ഭാര്യ പ്രതികരിക്കുകയും ചെയ്തു. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടത്താൻ വേണ്ടി CBI കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം ഈ തൂവാലയുടെ ശാസ്ത്രീയ പരിശോധനയടക്കം നേരത്തെ പൂർത്തിയാവുകയും ചെയ്തതാണ്. ശരി, അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്.